ഹലോ ഗായ്സ്, അപ്പോൾ പ്രവാസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഗോവയിൽ എത്തിയിരിക്കുകയാണ്. സാധാരണ ഞാൻ എല്ലാ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ എടുക്കലുണ്ട്, പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഹംപി കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ടൊക്കെ മൈൻഡപ്പ് ചെയ്തതാണ്. പക്ഷേ ആ ഒരു പോക്ക് നമ്മൾ നാട്ടിലേക്കല്ല, നേരെ ഗോവയ്ക്കാണ് വന്നത്, മനസ്സിലായോ? അപ്പോൾ എന്താ പറയുക, ആ ഒരു വീഡിയോ അങ്ങനെ തന്നെ ആയിരുന്നു. എനിക്ക് ഹംപിയിൽ എത്തിയതിൻ്റെ ശേഷമാണ് എനിക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നത്. കാരണം അതൊന്നും പ്ലാൻ ചെയ്യാത്തതായതുകൊണ്ട്. അപ്പോൾ ഈ വീഡിയോ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യത്തെ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്തിടുക. ഓക്കെ, ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജേർണി ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഹംപിത്തെ വീഡിയോ കണ്ടവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഞങ്ങളത്. അതേപോലെ തന്നെ ഇത് ഞങ്ങൾ എൻജോയ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനും സച്ചിനും അലീഷയാണ് പോകുന്നത്. അലീഷ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഗോവയിൽ പോകുന്നത്. ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പം വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ട്രെയിനിലാണ് കാര്യം. നമ്മൾ അരമണിക്കൂർ കൊണ്ട് ഗോവയിൽ എത്തും കേട്ടോ. നമ്മളിതാ മഡ്ഗോവൻ എന്താ പറയുക റെയിൽവേ സ്റ്റേഷനിലാട്ടോ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഫ്രഷ് ആവാൻ ഇവിടെ വാഷ്റൂമിലൊക്കെ വന്നാണ് കേട്ടോ. പക്ഷെ മാക്സിമം മൂത്രയിക്കലും പരിപാടിയും ഫ്രഷിങ്ങൊക്കെ ട്രെയിനിൽ നിന്ന് കഴിച്ചുകൊണ്ട് വരാൻ നോക്കുക. 40 ഉറുപ്പ്യാണ് ഇവിടെ നിന്ന് മൂത്രയിക്കാൻ കയറാം, മനസ്സിലായോ? വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. 3 ആൾ വെക്കണ്ടോണ്ടേ ഒരാദ്യം കുറച്ച് മുമ്പൊക്കെയാണ് പോയി, ഇന്ന ഒറ്റക്കാക്കി കണ്ട് ഗൈസ്. നല്ല റെയിനി ഡേ ആണ് കേട്ടോ ഗോവയിലിപ്പോൾ. പോയിക്കൊണ്ടിരിക്കാണ് കേട്ടോ. ഗോവയത്തെ സ്റ്റേഡിയം കാണിച്ചു കേട്ടോ നിങ്ങൾക്ക്. ചെറിയ സ്റ്റേഡിയം കേട്ടോ, വലിയ സ്റ്റേഡിയം ഒന്നുമല്ല. ചായ അടിക്കാൻ കഴിയാതെ കേട്ടോ, ചായ ഗായ്സ്. അപ്പോൾ വണ്ടിയൊക്കെ നിർത്തി നമ്മൾ റൂം അപ്പ് ചെയ്യാൻ ഇറങ്ങിയതാ കേട്ടോ. നല്ല റൂം നോക്കാനേ ഇവിടെയൊക്കെ ഭയങ്കര റേറ്റാണ്, അപ്പോൾ നല്ല നോക്കി എടുക്കണം ഗായ്സ്. അപ്പോൾ നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. ഞാൻ റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരു റൂം ഒരു ബാത്റൂമൊക്കെ ഉള്ള AC റൂമാണ്. 1000 റുപ്പീസ് വരുന്നുള്ളൂ. ഞങ്ങൾ 3 ആൾക്ക് അത്ര വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എടുത്തതാ. ഇതാണ് റൂം വരുന്നത് കേട്ടോ. ഒരു റൂമും TV ഉണ്ട്, ഷെൽഫ്, AC, ബാത്റൂം, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബീച്ചിൽ പോകണം. ഫസ്റ്റ് ഏത് ബീച്ചിലാണ് പോകണ വെച്ചാൽ ബാഗ ബീച്ചോ? ബാഗ ബീച്ചിലാണ് ഫസ്റ്റ് പോകുന്നത്. അവിടെ ഫസ്റ്റ് കുളിയാവാന്ന് വിചാരിച്ചു ബീച്ചിൽ. അതെ, റെഡി ആയിട്ടുണ്ട് എല്ലാവരും. പോലീസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു അഞ്ജന ക്ലിഫ്, ഇവിടെ അഞ്ജന ക്ലിഫിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. കല്ലിനൊക്കെ എന്തോ പ്രത്യേകത ഉണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക്. ഇതാണ് ഗൈസ്, എന്താണ് അഞ്ജന ബീച്ചിൻ്റെ അടുത്തുള്ളൊരു
പ്രൈവറ്റ് സ്പോട്ട്, അതായത് ഒരു കാട്ടുകൂടി ഇന്ത്യ കൂടെ ഒക്കെ ഇറങ്ങിയതാ. ഇവിടെ ആരും വരില്ല, അങ്ങനെ ഇറങ്ങിയ കേട്ടോ. ഇവിടെ ഇതൊക്കെ ഇങ്ങനെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആരും വന്ന് പോക്കുണ്ട്, നാട്ടുകാരെ വന്നു. ഇവിടെ ഒരു അടിപൊളി മരമൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ലാൻഡ്സ്കേപ്പ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടേക്ക് ഇങ്ങോട്ട് തിരമാല അധികം ഇല്ല, അതുകൊണ്ട് നമുക്ക് കുറെ അങ്ങോട്ട് ഇറങ്ങി കളിക്കുകയൊക്കെ ചെയ്യാം. തിരമാല അവിടെയാണ് മരമൊക്കെ ഉള്ളത്, മനസ്സിലായോ? അപ്പം അതുവരെ നമുക്ക് ഇറങ്ങാം ബീച്ചിക്ക്. നമ്മളിനി ബീച്ചിക്ക് ഇറങ്ങാൻ പോകട്ടോ. അവിടെ പാറാളായോണ്ടേ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളവിടെ സാധാ ബീച്ചിനെ പോലെ സാൻഡ് മണലുള്ളടുത്ത് ഇറങ്ങാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ അത് കുറച്ച് താഴത്താണ്, അവിടേക്ക് ഇറങ്ങാണ്. ഗൈസ് നമ്മളിവിടെ കോളേജിൽ ഒതുക്കി കേട്ടോ. ഗൈസ് ഇവിടുത്തെ കഫേ നോക്കി, ബീച്ച് സൈഡിൻ്റെ അടുത്തുള്ള കഫേ കേട്ടോ. അടിപൊളി വൈബാണ്. ഇവിടെ മസാജിങ് ഒക്കെ ഉണ്ട് കേട്ടോ. മസാജിങ് ആണേ. അലീഷ അത് അവിടെ ഐസ്ക്രീം നോക്കിക്കുക. ഗൈസ് അടിപൊളി, നല്ല കാറ്റ്, നല്ല വൈബ് കേട്ടോ ഇവിടെ. ഗോവ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ എന്ത് പരിപാടിക്ക് ഇറങ്ങിയാലും വണ്ടി പഞ്ചറായാലും മസ്റ്റാ. വണ്ടി അവിടെ പഞ്ചറായിപ്പോ. നമ്മളിപ്പോൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട്, ഇറങ്ങാൻ പോവാണ്. ഇവിടെ വെള്ളം ഓവറായിട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു സന്ദർഭം ഉണ്ട് ഇപ്പോൾ. ഇതിൽ മറ്റേ ചങ്ങായിണ്ട് ഇവിടെ നോക്കുന്നേ, മൂപ്പരോട് ചോദിച്ചു നോക്കാം ഇറങ്ങാൻ പറ്റുമെന്നുണ്ട്. പിന്നെ സീനില്ലല്ലോ ഗൈസ്. അപ്പോൾ ഒരു നിലക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, എല്ലാത്തിനും നഷ്ടമായി പോയി. അത് മീൻസ് കാല് നനക്കാൻ പറ്റും, പക്ഷേ അങ്ങോട്ട് ഇറങ്ങി നീന്താനുള്ള സെറ്റപ്പ് നടക്കില്ല. ഈ ഒരു പരിപാടി കിടക്കും, വെള്ളടി പരിപാടി കാര്യങ്ങളുള്ളവർക്കൊക്കെ ഇത് നടക്കും. പക്ഷെ എല്ലാം ചിലവായിക്കാൻ കേട്ടോ. അതൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ വരിക. ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. This is Bimal. Pradosh. Hi. My name is Biku. You are working? Yes. From Vedanta Aluminum Limited. Okay. You go only? No, private है और MNC company. Okay. ठीक है, और क्या पूछना है पूछ सकते हैं. Okay. നമ്മളിവിടെ ഇറങ്ങാൻ പോവാണ്. പക്ഷെ അതിന് ഇവിടെ സാധനം ബാഗൊക്കെ ഇവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യണം. അപ്പോൾ ചെറിയ എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്യാൻ വേണ്ടി വരുന്നതാ. അപ്പോൾ സച്ചിൻ ചിക്കൻ ഫ്രൈഡ് റൈസ് എടുക്കാമെന്ന് പറഞ്ഞു. 250. ഇവളെന്താ എടുക്കണ അറിയില്ല. ഞാനൊന്നും കട്ട് ചെയ്യൂല. നമ്മൾ ഓർഡർ ചെയ്ത ഫ്രൈഡ് റൈസും ഇത് വന്നിട്ടുണ്ട്. കൈക്കൽ തുടങ്ങി ഇവിടെ. തലയിടിച്ച് ഗൈസ്, അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ പോകട്ടെ. കുറച്ച് പോകാൻ പറ്റും, കുറച്ചെങ്കിൽ കുറച്ച് പോവാന്ന് വിചാരിച്ചിട്ടോ. ഫുഡൊക്കെ കഴിച്ചു. ഓക്കെ, അപ്പോൾ കുറച്ചും കൊണ്ട് ഇറങ്ങട്ടെ. ഒരാളിന്ന് വെള്ളത്തിൽ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്.
Berliana വേണ്ടിണ്ട്. ഹായ് ഹായ് ബോലോ. അയ്യോ ഗൈസ് മതി കേട്ടോ. കുറേ നേരം വെള്ളത്തിൽ തന്നെ ചെയ്യും. കുറേ നേരം ഏകദേശം 1.5 മണിക്കൂറോളം. ഇനി ചാർജ് കഴിഞ്ഞിരിക്കണു ഗോപ്രോത്തിയും ഫോണത്തൊക്കെ. ഇനി റൂമിൽ പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുക. ചാർജ് ചെയ്തിട്ട് രാത്രി ഗോവ എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ലല്ലോ, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതൊക്കെ വ്ളോഗ് ഇടും. കഴിഞ്ഞു കേട്ടോ. പോവാണ് റൂമിൽ പോവാണ്. ഇതാണ് നമ്മളെ ബിൽഡിങ് കണ്ടോ. ഇതിൽ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മളെ റൂം. എത്തിയിട്ടുണ്ട്. നമ്മൾ കയറാണ്. ഗൈസ് അപ്പോൾ നമ്മളൊരു ഉറക്കൊക്കെ ഉറങ്ങി എണീറ്റ് 10 മണി നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ 8 മണിക്കൊക്കെ എണീറ്റ് പോകണമെന്ന് വിചാരിച്ച്. നല്ല എന്താ പറയുക, ആ ഓടി കളിച്ചതിൻ്റെ ക്ഷീണമൊക്കെ എപ്പോഴാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ പോവാണ്. ഗോവയിൽ പിന്നെ 2 3 നേരം ഉണ്ടല്ലോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നോക്കാം കേട്ടോ എന്താ അവസ്ഥ എന്ന്. അത് ഫുഡ് കഴിച്ച് ഇറങ്ങാന്ന് വിചാരിച്ചു. പിന്നെ ഇനിയിപ്പോൾ അത് നോക്കണ്ടല്ലോ അല്ലേ. ഗായ്സ് നമ്മൾ ഗോവ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ് കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ ഇവിടെ കാണുന്ന പപ്പാളാട്ടോ. ഇവിടെ അവിടെ പേ പാർക്കിങ് 50 ഉറുപ്പിയാണ് ചോദിക്കുന്നത്. ഈ ഒരു 2 ഏക്കറുടെ നിർത്തില്ല. നമ്മൾ കാട്ടൊന്ന് നിർത്തിട്ട് നമ്മളോട് കളി ഇല്ലേ അലീഷ? അച്ഛനെ എന്താണ് ഈ ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത്? 550 ഉറുപ്പ്യ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അലീഷ വാള് ഇതാക്ക്.
ഐറ്റംസ് ഉണ്ടല്ലോ അവിടെ ഇങ്ങനെയൊക്കെ കേട്ടോ ബാംഗ്ലൂരിൽ എന്താ പറയാ നൈറ്റ് ഇവിടെ തന്നെ വെള്ളമടിക്കും, ചിലർ വെള്ളമടിക്കും, ചിലവർ ഹുക്ക വലിച്ചിരിക്കും, ചിലവർക്ക് തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ. പക്ഷെ എല്ലാത്തിനും മുടിഞ്ഞ റേറ്റാ കേട്ടോ. മുടിഞ്ഞ റേറ്റ് പറഞ്ഞാൽ നല്ല റേറ്റാ. ഞാനൊരു സ്ലൈസ് നമ്മളെ മറ്റേത് എടുക്കൂലേ, നമ്മളെ മാങ്ങ ജ്യൂസ് ഇല്ലേ, അതിന് തന്നെ നമ്മളവിടെ 15 റുപ്യ കിട്ടണ ആ ഗ്ലാസിൻ്റെ ബോട്ടിലില്ല, അത് ഇവിടെ 60 റുപ്യ പ്ലസ് GST. എന്താ അവസ്ഥ. നല്ല ആംബിയൻസ് കേട്ടോ ഇവിടെയൊക്കെ. കണ്ടുണ്ടായി ഒട്ടുമിക്ക ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. ഉണ്ടാവും ഇതുണ്ടോ ഇവിടെയൊക്കെ ഓരോരുത്തർ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇരിക്കുക. മനസ്സിലായോ? ഐസ് അവിടെ കാണാനൊന്നും കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങാൻ കേട്ടോ. നമ്മളിഞ്ഞ് റൂമിൽ പോവാൻ. ഇനി നാളെയും കൂടി ഉണ്ട്. നാളെ ഇനി എന്താ പരിപാടി പ്ലാൻ ചെയ്തിട്ട് വേണം. അലീഷ അവിടെ ഉണ്ട്, സച്ചി ഇവിടെ ഉണ്ട്. പോവാണ് അപ്പോൾ റൂമിക്ക്. ഗൈസ് അപ്പോൾ നമ്മൾ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. നമ്മളിനി റൂം ചെക്കൗട്ട് ചെയ്തിട്ട് പുറത്ത് പോകാൻ നിൽക്കണം. ഇനി റൂമിൽ ഇന്ന് വൈകുന്നേരം നമുക്ക് 3 മണിക്ക് ട്രെയിൻ ഉണ്ട് കേട്ടോ നാട്ടിലേക്ക്. ഇനി ഡയറക്റ്റ് നാട്ടിലേക്കാണ്. ഇനി വേറെ ഒരിടക്കും പോകുന്നില്ല. അതായത് ഇനി ബീച്ചും പരിപാടി എന്നല്ലാണ്ട് ഇവിടെ കാണാനോ ഫോട്ടോ എടുക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി എടുക്കുന്നല്ലാണ്ട് ഇനിയിപ്പോൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും ഇല്ല. പിന്നെ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം കേട്ടോ. ഇന്നലെ നമ്മള് കണ്ട തെരുവാട്ടോ. ഞാൻ പറ്റിക്കപ്പെട്ടു. ഇനി നമ്മളൊക്കെ പോണേ. ഇനി നമ്മള് അടുത്ത സ്ഥലം തപ്പിട്ട് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, ഒന്നുകൂടെ ബീച്ചിലെത്തിയിട്ടുണ്ട്. ബീച്ച് തന്നെ അല്ലേ ഉള്ളൂ ഗോവയിൽ. ഇപ്പോൾ വേറെ വഴിയില്ല. അപ്പൊ ബീച്ചിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ബീച്ചിന്റെ വൈബ് കാണിച്ചു തന്നെ. ഇവിടെ രാവിലെ കേട്ടോ, ഞങ്ങൾ തന്നെ ഉള്ളു. കാണിച്ചു തരാം. ഇവിടെ ആരുമില്ല. ഗായ്സ് ഇവിടുന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇത്രേ ഉള്ളൂ, കാര്യമായിട്ടൊന്നും. ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നോന്നുള്ളൂ കേട്ടോ. ഓഫ് സീസൺ ആയതുകൊണ്ട് അധികമൊന്നും കാണാനില്ല ഗോവയിൽ. മറ്റേ എന്താ പറയുക, ഗെയിംസ് ഒന്നും കളിക്കാമല്ലോ. ഓരോ ഇതാളൊക്കെ ഇല്ലേ, പാരാസൈലിങ്ങും പാരാഗ്ലൈഡിങ്ങും അതൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അധികമൊന്നും ഇല്ല ഈ വ്ളോഗിൽ. പക്ഷേ ഒരു ട്രിപ്പ് അത്ര തന്നെ. ഗായ്സ് വണ്ടി റിട്ടേൺ കൊടുത്തിട്ടുണ്ട് നമ്മള്. ഇപ്പൊ ഇനി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കാണ്. എന്താണ് ഈ വ്ലോഗ് എന്ന് പറഞ്ഞ മനുഷ്യന് ഇവിടെ നേരെ ചെവിയിരിക്കാൻ പറ്റൂല. നാട്ടുകാരെ കാണണൊക്കെയോ. ഗായ്സ് അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. 1.5 മണിക്കൂർ കൊണ്ട് ബസ് എത്തും. അപ്പോൾ ഇനി ബസ്സിന് കൂടുതൽ വീഡിയോ എടുക്കാനില്ല, 5% ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ മൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അതായത് ഇപ്പോൾ ഹംപിൻ്റെ ട്രിപ്പും കഴിഞ്ഞ് ഗോവൻ്റെ ട്രിപ്പും കഴിഞ്ഞ് ഇനി ഇതുപോലത്തെ അടുത്ത വീഡിയോസ് ഇതുപോലെ ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായി എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് തരിക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അലീഷൻ്റെ വീഡിയോസ്, അലീഷൻ്റെ ക്ലിപ്പൊക്കെ ഇഷ്ടപ്പെട്ടവർ കമൻറ്റിൽ അറിയിക്കട്ടോ. ഓക്കെ.